ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നാച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് 3 വെറൈറ്റി സ്നാക്സാണ് തയ്യാറാക്കുന്നത്, കണ്ടുവെക്കാം. അപ്പോൾ വളരെ നല്ല ടേസ്റ്റിയാണ് ഇത് ചെയ്യാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മുട്ട അവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനെ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എല്ലാ മുട്ടയും എൻ്റെ ചെറിയ രീതിയിൽ ഇതുപോലെ പകുതി ഭാഗത്തൊക്കെ ഒന്ന് പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ചെറിയ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ പകുതി വെച്ചുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മുട്ട ഇനി അവിച്ച് വെച്ചതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനായി ഇനി അടുത്തതായി വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് സവാളയും കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. കുറച്ച് പുതിനയില കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മല്ലിയില മാത്രമാണ്, കുറച്ച് ജീരകം, ഒരു 2 പിഞ്ച് ജീരകം ചേർത്തു. ഇനി ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തന്നെ ഈ കൂട്ട് അടിച്ചെടുത്തത് ചെറുതായിട്ടാണ് അടിച്ചെടുത്തത്. ഇതിനെ ഞാനൊരു മറ്റൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈ മുട്ട. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം എടുത്തില്ല കേട്ടോ, ചെറിയതായിട്ട് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിനെ പകുതി ഞാൻ വേറെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഇതിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 6 പീസ് അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും എടുത്തതിന് ശേഷം ഇനി ഇതിനെ ഈ വെള്ളയെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ മഞ്ഞക്കറി ഉണ്ടല്ലോ, ഈ മഞ്ഞക്കറി കൂടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർക്കണം. നല്ല മഷി പോലെ വേണമെങ്കിലും പൊടിച്ച് ചേർക്കാം, ചെറിയ പീസുകളാക്കി വേണമെങ്കിലും ചേർക്കാം. ഞാൻ വലിയത് അങ്ങ് മഷി പോലെ ആക്കുന്നില്ല, ചെറിയ ഇതുപോലത്തെ പീസുകളാക്കി ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഇതാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് തന്നെ ഇതിനെ അടിച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആക്കി എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതിലോട്ടൊക്കെ ഒന്ന് മൊത്തം വെച്ച് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പിന്നീട് ആക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുട്ട പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ആവശ്യത്തിന് നമുക്ക് ഇത് കൊള്ളുന്ന രീതിയിലൊക്കെ ആക്കി. പക്ഷേ എനിക്ക് കറക്റ്റ് ഈ 6 പീസിന്, അതായത് 3 മുട്ടയ്ക്കുള്ള കൂട്ടാണ് ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഇത് ഇത്രയും തന്നെ അതാണ്ട് ഇതുപോലെ നിറച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മണമൊക്കെ ഉള്ള ഒരു കൂട്ടാണ്. അപ്പോൾ നമ്മുടെ മല്ലിയില ചേർത്തത് കാരണം. പിന്നെ എന്താ കുറച്ച് നമ്മുടെ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിലത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിഞ്ചിൽ 1/2 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയാണ്. താല്പര്യമുള്ളവർ ചേർത്താൽ മതിയാകും. ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല, ഒരു 2 പിഞ്ചോളം ഗരം മസാല കൂടി ഇത് ചേർത്ത് കൊടുത്തു. അതായത് ഞാൻ ചെറിയ തോതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൈദ മാവ് എടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ 6 പീസ് ആ മുട്ടയ്ക്ക് ആവശ്യമുള്ളത് മതിയല്ലോ. അപ്പോൾ അത്രയാണ് എടുത്തത്. അപ്പോൾ ഇതിനൊന്ന് കുറച്ച് കട്ടിക്കുന്നത് പോലെ നല്ലതുപോലെ, കുറച്ച് കട്ട ഇല്ലാതെയൊക്കെ, പക്ഷേ നമ്മൾ എത്ര ഇതാക്കിയാലും ചെറിയ കട്ടകളൊക്കെ വരും, അതൊന്നും സാരമില്ല. അപ്പോൾ ഞാൻ ഇത് ഇത്രയും ആക്കിയതിന് ശേഷം ഇനി നമുക്ക് 2 രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം അറിയാതെ ഇതിലോട്ടൊക്കെ വെച്ച് കയ്യിൽ വെച്ച്, പക്ഷേ അത് മൊത്തം കുളമായെന്ന് വേണം പറയാൻ. ഞാൻ മൊത്തത്തിൽ അതിലോട്ട് ഈ കൂട്ട് അതിലോട്ട് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആക്കാതിരുന്നത്. പക്ഷേ ഇതുപോലെ ആയി. അപ്പോൾ അതെന്താ മൊത്തം ചളമായി. പിന്നെ ഞാൻ ഇതിനെ വേഗം എണ്ണയിലോട്ടങ്ങ് ഇട്ടു. എന്നിട്ട് ഇനി കൈ കഴുകിയിട്ട് വന്നതിന് ശേഷമാണ് ഇനി അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയുമേ ആവശ്യമുള്ളൂ, കയ്യിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ക്യാമറ നീക്കി വെച്ചു. അപ്പോൾ നേരത്തെ ഇട്ടതാണ് ഈ കിടന്ന് മരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേഗം മരിഞ്ഞ് കിട്ടും. 1/2 മിനിറ്റ് മതി എന്നോണം. എണ്ണ ചൂടാവുന്ന സമയമാണ്. അപ്പോൾ ഇത് മുട്ട അവിച്ചതുകൊണ്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് വേഗം മിക്സിയിലോട്ട് ഇട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതിനെ ഈ കൂട്ടിലോട്ട് എടുത്ത് വെക്കുക. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരണമെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കി പിന്നെ എല്ലാ ഭാഗത്തും മൊരിയുന്ന രൂപത്തിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളമൊന്നും അധികമില്ലാതെ ഉള്ള ഇതാണ്. ഇത് മുട്ട പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഇട്ടപ്പോൾ എൻ്റെ കയ്യിലത്തെ വെള്ളം ലേശം വീണപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് നല്ല മണമാണ് കേട്ടോ. ഈ സ്നാക്സ് ഇങ്ങനെ എണ്ണയിലോട്ട് കിടന്ന് ഇങ്ങനെ മൊരിയുമ്പോൾ തന്നെ അടിപൊളി മണമാണ്. അതാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത്. നമ്മളിപ്പോൾ സാധാ സ്നാക്സ് ഇപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ മണം വരും, പക്ഷേ ഇത് നല്ലൊരു മണമാണ്. ആ മുട്ട ഈ എണ്ണയിൽ കിടന്നങ്ങ് മൊരിയുന്നതിൻ്റെ ആ ഒരു മണമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് നമുക്കിതിനെ ഒന്ന് മൊരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇട്ട് കൊടുക്കാനുള്ളത് 6 എണ്ണവും ഇത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അതായത് ഇത് തമ്മിൽ ഒട്ടിയൊന്നും അങ്ങനെ പിടിക്കുന്നില്ല. പിന്നെ വേഗം മൊരിഞ്ഞും കിട്ടുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് 6ഉം അതിലോട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തു. പക്ഷേ ഞാൻ മൈദാമാവ് കലക്കിയത് ഒരു 3 എണ്ണത്തിനും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ഒരുവായപ്പോൾ ഞാൻ 1-2 എണ്ണം എടുത്തങ്ങ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് മൊരിയട്ടെ എന്ന് വിചാരിച്ച്. അതായത് നമ്മുടെ മൈദാമാവിൻ്റെ കൂട്ട് ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അങ്ങ് മുരണ്ട് പിടിക്കും. അപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് മൊരിഞ്ഞോളും, തമ്മിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഈ ചെറിയ ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മുരിങ്ങനെയൊക്കെ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
നല്ല അടിപൊളി മണവും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു മുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് തീർച്ചയായിട്ടും മുട്ട ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ സവാളയും മുട്ടയും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ്. അപ്പം നല്ല അടിപൊളിയാണ്, കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഒരു സവാള നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നീളത്തിന് കുറച്ച് കനമൊക്കെ ആയിട്ടുണ്ട്, അത് സാരമില്ല. ഇത് നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക, കൈ ഉപയോഗിച്ച് ചെയ്യാൻ. അപ്പോൾ മിക്സ് ആക്കിയ സവാള കുറച്ചൊന്ന് സോഫ്റ്റ് ആവട്ടെ. സോഫ്റ്റ് ആവുന്ന 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം 5 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതിലിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ സവാളയിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കടലമാവാണ് ചേർത്തിരിക്കുന്നത്. മാവുകളിൽ ഏറ്റവും നല്ലത് കടലമാവാണ്. ഇതുപോലുള്ള തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കടലമാവാണ്. പിന്നെ അരിമാവോ മൈദയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി അപ്പോൾ നമ്മൾ ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ചോറിനും കാപ്പിക്കും അല്ലാതെ തന്നെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ട ഒന്ന് അവിച്ച് ഇതിലോട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എണ്ണയിലോട്ട് ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് മണവും. നമ്മളിപ്പോൾ ചോറിന് രാവിലെ കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് മിക്സ് ആക്കി പിന്നെ ബോൾസ് ഒന്നും ആക്കാതെ തുറതുറാ മുരിച്ചെടുക്കുന്നത്. അതായിരിക്കും കൂടുതൽ എളുപ്പം, എന്നാലേ അതൊന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാടാണ്. ഇതെല്ലാം കൂടി ആ എണ്ണയിലോട്ട് മിക്സ് ആക്കി നമ്മുടെ മുളക് പൊടിയുടെ കളർ ഈ എണ്ണയിലോട്ട് മൊത്തം തന്നെ ആവും. മുരിഞ്ഞതിന് ശേഷം ആകുമ്പോൾ അത്രയ്ക്കും കളറൊന്നും ആവില്ല. അപ്പോൾ എണ്ണയിൽ ആ എരിവ് ആവില്ല, അതാണ് കാര്യം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കിയതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ച് മുരിച്ചെടുക്കുക. എന്നിട്ട് നല്ലത് ഇതുപോലത്തെ ഒരു അരിപ്പിലോട്ട് ഞാൻ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ ഇതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ആ ഉള്ളി മുരിങ്ങേൻ്റെയും മുട്ട മുരിങ്ങേൻ്റെയൊക്കെ ഈ മുട്ട മുരിക്കുന്നതൊക്കെ വളരെ നല്ലൊരു ടേസ്റ്റും അതൊക്കെയാണ് താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്, ഇഷ്ടമായോ എന്ന്. ആദ്യം തന്നെ ഞാനൊരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കാരണം ഞാനൊരു വലിയ പൊറോട്ടയിൽ ഒരു 7-8 പൊറോട്ടയാണ് ഞാൻ ഇതിലോട്ടത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയും ചെറിയ നൈസായിട്ട് ഒരു 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടൊമാറ്റോയും ഞാനൊരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ സ്ഥിരം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെയാണ്. പൊറോട്ട മാത്രം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ രാത്രിയിലൊക്കെ കഴിക്കാൻ വാങ്ങിക്കുന്നതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ രാത്രി വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതിനെ മാറ്റി വെച്ചാണ്. ഒരു വലിയ പൊറോട്ട ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ മസാല തേച്ച് കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പെരിഞ്ജീരകപ്പൊടി ഗരം മസാല ഇത് ഇത്രയും മാത്രം ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയതാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് തന്നെ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൽ കിടന്ന് തന്നെ മുരിഞ്ഞും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അരപ്പവും ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് തൻ്റെ എണ്ണയിലിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ഇതുപോലത്തെ ഈ തടിയുടെ ഈ സ്പാച്ചില എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ചിക്കനൊക്കെ കണ്ടല്ലോ, അതാണ്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്താൽ തന്നെ അത് ഇളകി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി കൈ കൊണ്ട് പിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് എഴുതിയിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താണ് ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ടൊമാറ്റോ ഒക്കെ നല്ല വെന്ത് കിടക്കുന്ന സാധനമായിട്ട് നല്ല ഉടച്ച് ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലത്തെ സ്പാച്ചിലാണെങ്കിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചെറിയ രീതിയിൽ ചിക്കനാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ ചെയ്യുന്നത് വേകുന്നതനുസരിച്ച് ഞാൻ ഇതിലോട്ടിട്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മസാല തേച്ചയിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തത് കാരണം ഓവറായിട്ടിന് ചേർക്കേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊറോട്ട എത്ര എണ്ണമാണോ ഉള്ളത് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഒരേ അളവിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് മാക്സിമം ചെറിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പൊറോട്ട കട്ട് ചെയ്തതിൽ കുറച്ച് സവാള ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ കൂടെ ഇതിലോട്ടായതേ ഉള്ളൂ. ഇപ്പോൾ സവാളയൊന്നും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇനി ഈ പൊറോട്ട ഒന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു 3-4 മുട്ട ഞാൻ ഇതിലോട്ട് ഇപ്പം
ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിയ അളവിലാണ് പൊറോട്ട ഉള്ളത്, അതുകൊണ്ട് ഒരു 3-4 മുട്ട ഞാൻ പൊട്ടിച്ചതിൻ്റെ മീതെ കൂടെ എങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക, എന്നാലേ നമ്മുടെ ഈ പൊറോട്ടയിലോട്ട് നല്ല അരപ്പൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിയാണ്. ഞാനിപ്പോൾ അത് ചിക്കൻ്റെ ഗ്രേവിയാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ്റെ ഗ്രേവി. അപ്പോൾ അതുകൂടി എടുത്ത് നമുക്ക് ഇതിലോട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. നമ്മുടെ മുട്ട ഒന്നും ആവാതെ പച്ചയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ ആ പൊറോട്ടയുടെയും ചിക്കൻ ഗ്രേവിയും നമ്മുടെ ആദ്യം ചേർത്ത ചിക്കനും പിന്നെ ടൊമാറ്റോയും സവാള എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നമ്മുടെ ഈ തടി സ്പാച്ചില കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഏതാണ്ടൊക്കെ ആവും. അപ്പോൾ ഫ്ലെയിമും നമ്മൾ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നമ്മുടെ പൊറോട്ടയും മുരിയും ഇറച്ചിയും എല്ലാം മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, വെള്ളമൊക്കെ വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇറച്ചി വലിയ പീസൊക്കെ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൊത്തു പൊറോട്ട കിട്ടും. ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്, കുറച്ച് ഉപ്പ് കൂടി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് സോസ് ഐറ്റംസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് കഴിക്കാൻ ഞാനിപ്പോൾ ഒരാളുടേത് എടുത്ത് ഒന്ന് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരാളുടെയാണോ 2 പേരുടെയാണോ എടുത്ത് കുറച്ച് ഞാനിതിപ്പോൾ ഇതിലോട്ടിട്ട് ഇനി ഞാൻ ആ പാനിൽ വെച്ചിരിക്കുന്നതിന് നമുക്ക് കഴിക്കാൻ കൊടുക്കുന്നതനുസരിച്ച് ഇതിലോട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് മൊരിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് തന്നെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ടാണ് സവാള കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റും കുറച്ചുകൂടി മണമൊക്കെ ഇരിക്കും. നമ്മളിപ്പോൾ ഗരം മസാലയൊക്കെ ചേർത്താണ്, ഇതിൽ നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സവാളയും കൂടെ ചേർത്ത് നിങ്ങൾ നല്ല മൊരിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇപ്പം തന്നെ മുരിഞ്ഞ് കിട്ടും, നല്ലൊരു മണവും അങ്ങോട്ട് ഇളവും. അപ്പോൾ ഇവിടെ മൊത്തം നിൽക്കാൻ പറ്റാത്ത നല്ലൊരു മണമാണ്. ഇതെല്ലാം കൂടെ മിക്സിങ് ആയ മുട്ട മുരിയുന്നതിൻ്റെയും ചിക്കൻ കറി ഇതിലോട്ട് പൊറോട്ട മുരിയുന്നതിൻ്റെ എല്ലാം കൂടി ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊത്തു പൊറോട്ടയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ കണ്ടല്ലോ കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.